ഗുഡ് ഈവനിങ് എവരി വൺ. ഈവനിങ് ആയപ്പോഴത്തേക്കും സ്വിമ്മിങ്ങിനായിട്ട് ഞങ്ങളൊന്ന് പോയതായിരുന്നു. സ്വിമ്മിങ്ങിന് ഇവിടെ 3 ടൈപ്പ് സ്വിമ്മിംഗ് പൂൾ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് ഫാമിലി പൂള്, പിന്നെ ചെറിയ കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയ പൂളുണ്ട്, അതൊന്ന് മാറിയാണ്. പിന്നെ അഡൽറ്റിനായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. ആ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് നല്ല ഡെപ്തുള്ള സ്വിമ്മിംഗ് പൂളാണ്. നല്ല സ്വിമ്മിങ് അറിയാവുന്ന ആൾക്കാർക്ക് പോകുന്നതാണ് സേഫ്. ഇത് ഫാമിലി പൂൾ ആയതുകൊണ്ട് തന്നെ അധികം ഡെപ്തൊന്നുമില്ല. പിള്ളേർക്കും എല്ലാവർക്കുമായിട്ട് സേഫായിട്ട് സ്വിമ്മ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. എല്ലാവരും കുറേ ഫാമിലീസ് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അഡൽട്ട് സ്വിമ്മിംഗ് പൂള്. ഇവിടെ കുറച്ചറിയാവുന്നവർ മാത്രമേ ഇവിടെ സ്വിമ്മ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് സ്വിമ്മ് ചെയ്യാൻ പാടായിരിക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുറച്ചൊക്കെ ട്രൈ ചെയ്തു, കുറേയൊക്കെ അറിയാമായിരുന്നു. സ്വിമ്മിങ് അറിയാതെ കൊണ്ട് തന്നെ ഹാഫ് വേ ഒക്കെ പോയി തിരിച്ചു വന്നു. ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ സ്വിമ്മിങ് ഒക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ അത് ഫുൾ ലെങ്ത് പോയി തിരിച്ചു വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ആ ഓവർവ്യൂ ഓഫ് നമ്മുടെ ഫാമിലി പൂളിൻ്റെ വലിയൊരു പൂൾ ഏരിയ ആണ്. അവിടെ നമുക്ക് ഹൈറ്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സ്ലൈഡ് ചെയ്ത് വന്ന് ഇറങ്ങാവുന്ന രീതിയിൽ പിള്ളേർക്കൊക്കെ കളിക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ആരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും അവരുടെ ടെമ്പറേച്ചർ അവർ റെഗുലേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ചൂടൊക്കെ ആണെന്ന് വെച്ചാലും വാട്ടർ ലെവലിലെ ടെമ്പറേച്ചർ കുറച്ചാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്ര ചൂടത്ത് പോയിരുന്നാലും അത് ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ചൂട് ഫീൽ ചെയ്യുകയില്ല. ഇവിടെ ഉച്ചയ്ക്കൊക്കെ നട്ടുച്ചയ്ക്ക് വരെ ആൾക്കാരവിടെ സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടായിരിക്കും. കാരണം ആ പൂളിൻ്റെ സമയം അതുപോലെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ആ 2 ദിവസവും ഞങ്ങൾ ഈവനിങ്ങിനും രാവിലെയൊക്കെ ആയിട്ട് സ്വിമ്മിംഗ് പൂളിനായിട്ട് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആരവും അതിനും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ആരവ് കുറേ ട്രൈ ചെയ്തു പൂളിൽ സ്വിം ചെയ്യാൻ വേണ്ടി. അവൻ ട്രൈ ചെയ്ത് കുറേയൊക്കെ ആ 2 ദിവസം കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ട്രെയിനിങ് കൂടെ കൊടുത്താൽ അവൻ നല്ലപോലെ സ്വിം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ നമ്മുടെ ഹൗസിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലാസ്സസ് കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് എഡ്യൂക്കേഷനായിട്ട് അവനെ അറ്റൻഡ് ചെയ്യിപ്പിക്കണമെന്നൊരു താല്പര്യം തോന്നി. കാരണം അവനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ആ സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അപ്പോഴത്തേക്കും കുറേയൊക്കെ ഫാമിലി വേറെയും വന്നു തുടങ്ങി. ഒത്തിരിയും ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരൊക്കെ പല ഡിഫറെൻ്റ് ഏരിയാസിലായിട്ട് ഓരോരുത്തരായിട്ട് ഓരോ ഫാമിലിയൊക്കെ ആയിട്ട് ഉണ്ട്. അത്രയേ ഉള്ളൂ. താങ്ക് യു.